മാഡ് മാക്സ്. എടാ ടിംബക്ടോ, വീറിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അവൻ ഓരോ പ്രാവശ്യവും എന്നെ ജയിക്കുകയല്ലേ ചെയ്യുന്നത്. അവന്റെ ആയുധങ്ങൾ പല വിധത്തിലുള്ളതാണ്, പല വിധത്തിലുള്ള ടെക്നിക്കുകളാണ് അവൻ യൂസ് ചെയ്യുന്നത്. അവന്റെ ആക്രമണത്തിനും പ്രത്യേകതകളുണ്ട്. അവന്റെ വോയിസ് വെച്ചാണ് അവൻ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. വോയിസ് വെച്ച് എങ്ങനെയാണ് കമാൻഡ് ചെയ്യുന്നത്? പക്ഷെ ബോസ്, അവന്റെ വോയിസ് എവിടെ പോകും ബോസ്? ടിംബക്ടോ, ഇവനെ ഞാൻ പുതിയതായി കണ്ടെത്തിയതാണ്. ഇവൻ എവിടേക്ക് വേണമെങ്കിലും പറക്കും. വീറിന്റെ വായുടെ ഉള്ളിലേക്ക് വരെ പറന്നു കയറി അവനെ നശിപ്പിക്കും. പിന്നെ അവന് ഒരു വോയിസ് കമാൻഡും കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു സാധാരണ റിമോട്ട് വെച്ച് ഞാൻ എല്ലാം കൺട്രോളിലാക്കും. എന്റെ മാഗ്നറ്റോ അവൻ ചെന്ന് വീറിന്റെ കഥ കഴിക്കുന്നതാണ്. ബോസ്, അതിങ്ങ് തന്നേക്ക്. ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ടിംബക്ടോ, ഇനി എന്താ? ബോസ്, എന്ത് പറ്റി ബോസ്? എന്ത് പറ്റി പറയൂ ബോസ്. തൊണ്ടയിൽ എന്താ മുള്ളു കുത്തിയതാണോ? പറയൂ ബോസ്. ബോസ്, അയ്യോ എന്നെ കൊല്ലല്ലേ. എനിക്കെല്ലാം മനസ്സിലായി ബോസ്, എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനും ഇതുപോലെ ചാടി ചാടി നിങ്ങൾ എടുത്തിട്ട് ചവിട്ടണം. അപ്പൊ നിങ്ങളുടെ തൊണ്ടയ്ക്കകത്തുള്ള റോബോട്ടും പുറത്തേക്ക് ചാടി വരില്ലേ? അത് പുറത്തേക്ക് വന്നു ബോസ്. തൊണ്ടയ്ക്കകത്തേക്ക് പോയ ഡിവൈസ് പുറത്തേക്ക് വന്നു ബോസ്. എടാ, നീ എന്റെ പുറത്ത് കയറി ഡിസ്കോ കളിച്ചല്ലേ? എന്നെ ചവിട്ടി മെതിച്ചു വലേ. ടിംബക്ടോ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഒന്നും ചെയ്യലേ ബോസ്. നിങ്ങളല്ലേ എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് ബോസ്. വീർ, ഇതാ മോനെ, ഈ കേക്ക് ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ മോനെ. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ എടുത്ത് കഴിക്ക്. മറക്കാതെ എമിലിക്കും കൊടുക്കണം കേട്ടോ. ഓക്കേ അപ്പൂപ്പ. അപ്പൂപ്പൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നേ. ഇതുപോലൊരു അപ്പൂപ്പനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. നിനക്ക് കേക്ക് തന്നു ശരി, പക്ഷെ എനിക്കെന്താണ് കിട്ടിയത്? തനിക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ. ഓ താങ്ക് യു അപ്പൂപ്പ. നിങ്ങൾ എല്ലാവരും എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത്. ബെസ്റ്റ് അപ്പൂപ്പൻ ഇൻ ദ വേൾഡ്. ഹായ് എമിലി. ഹായ്. ഇത് കണ്ടോ, അപ്പൂപ്പൻ എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയിരിക്കുക. ശരി വാ, നമുക്കിനി ഗാർഡനിൽ ചെന്നിരുന്ന് കഴിക്കാം. കൂട്ടുകാരെ വാ, നമുക്കിന്ന് കുട്ടിയും കോലും കളിക്കാം. കുട്ടിയും കോലും നമുക്ക് പിന്നെ കളിക്കാം. ആദ്യം ചെന്ന് നല്ലോണം ചാട്ട് കഴിക്കാം. എന്താണ് ചിണ്ടു, ആദ്യം നമുക്ക് കുട്ടിയും കോലും കളിക്കാം. രാവിലെ ചാട്ട് കഴിച്ചാൽ അന്നത്തെ ദിവസം ഭാഗ്യമുള്ളതായിരിക്കും. ഇവനെ കളിക്കാൻ അറിയില്ലെന്നേ, അതുകൊണ്ടാ മുങ്ങാൻ ശ്രമിക്കുന്നത്. എന്നാ വാ, നമുക്ക് കളിച്ചു നോക്കാം. ഞാൻ അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, നേരെ അങ്ങ് സ്പേസിലേക്ക് പോകും. പിന്നീട് എന്റെ കൂടെ ചാട്ട് കഴിക്കാൻ വരണം. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ വീറിനെ കുറിച്ച് ബോസിന് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കാൻ പോവാ. നമുക്ക് നോക്കാം ദിവസം മുഴുവൻ വീർ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് അറിയണമല്ലോ. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തിക്കിടം തം തമാധം. അയ്യോ മാറിക്കോ. എടാ ചിണ്ടു, നീ ഇത് എന്ത് പണിയാ കാണിച്ചേ? സോറി, അറിയാതെ പറ്റിപ്പോയതാ. നിങ്ങളെല്ലാരും പാർട്ടി എൻജോയ് ചെയ്, ഞാനിപ്പോ വരാം. ഇവൻ വലിയ മജീഷ്യൻ ആണെന്നാ തോന്നുന്നേ. മജീഷ്യനാണ് ബോസ്. ഇതിലെവിടെയും കയറട്ടില്ലല്ലോ. നീ എവിടെ നിന്നാടാ പൊട്ടി വീണത് മണ്ണുണ്ണി? ബോസ് ബോസ്, വീറിന്റെ ഒരു മജീഷ്യൻ ഫ്രണ്ട് ഉണ്ട്. അല്ലല്ല, മജീഷ്യന്റെ ഫ്രണ്ടാണ്. നീ എന്താടാ പിച്ചും പേയും പറയുന്നോ? ബോസ് ബോസ്, വീറ് മാജിക്, മാജിക് വീറ് ഫ്രണ്ട്. അല്ല, മാജിക് ഫ്രണ്ട്. മാജിക് ഫ്രണ്ട് എന്താണ് ഈ പറയുന്നത്? ഒരു മിനിറ്റ് ബോസ്, ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. ശ്വാസം ഒന്ന് വിട്ടോട്ടെ. ഇപ്പൊ ശരിയായി. ബോസേ, വീറിന്റെ കൂട്ടുകാരൻ ചിണ്ടു ഇല്ലേ, അവൻ ഒരു വലിയ മജീഷ്യനാ. അവൻ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു, പിന്നെ പ്രത്യക്ഷമാകുന്നു. അവൻ എല്ലാ തരത്തിലുള്ള മാജിക്കും ചെയ്യുന്നുണ്ട് ബോസ്.
ബോസ് അതുകൊണ്ടാണ് ബോസ് നമുക്ക് ഇതുവരെ വീറിനെ തോൽപ്പിക്കാൻ കഴിയാത്തത് ബോസ്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ വേഗം ചെന്ന് അവന്റെ കൂട്ടുകാരന്റെ സീക്രട്ട് മനസ്സിലാക്ക്. ഒരൊറ്റ പ്രാവശ്യം അവൻ നമ്മുടെ കസ്റ്റഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയും വേഗം ആ വീറിന്റെ കഥയങ്ങ് കഴിക്കാം ടിംബക്ടോ. അവന്റെ വീക്ക്നെസ് ചാട്ടാണ് ബോസ്. ചാട്ടിന് വേണ്ടി അവൻ എന്തു വേണമെങ്കിലും ചെയ്യും, എന്തു വേണമെങ്കിലും. എന്റെ ഈ ബുദ്ധി കൂടിയ ബ്രെയിനിൽ ഒരു നല്ല ആശയം സൂര്യനെ പോലെ ഉദിച്ചു വരുന്നുണ്ടടാ. ഐ ആം ഹാഡ്ലി മാഡ്ലി ജീനിയസ്. You are genius, boss. Ugly muggly genius. Meow. ഷീസ് റൈറ്റ് ബോസ്, ഷീസ് റൈറ്റ്. പക്ഷേ ഈ ആഡ്ലി മാഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആഡ്ലി മാഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് ബോസ്? എല്ലാവരും വരൂ 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 വരൂ, കയറി വരൂ. അടിപൊളി രുചിയുള്ള ചാട്ട് കഴിക്കൂ. വാ നമുക്കിന്ന് ദംശരാട്സ് കളിക്കാം. ഈ ദംശരാട്സ് എന്ന് വെച്ചാൽ എന്താ? അതിൽ 2 ഗ്രൂപ്പ് ഉണ്ടാകും. ഒരാള് സിംബോളിക് ആയിട്ട് ഏതെങ്കിലും ഒരു സാധനത്തെ കുറിച്ചോ വസ്തുവിനെ കുറിച്ചോ പറയും. അദ്ദേഹം പറയുന്ന ആ കാര്യത്തെ മറ്റൊരാള് കണ്ടെത്തണം. ഈ ഡംഷറാസ് വളരെ നല്ലൊരു ഗെയിമാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഗെയിമാ. കള്ളൻ കള്ളൻ ആരെങ്കിലും അവരെ പിടിക്ക്. വീർ, അങ്ങോട്ട് നോക്ക്. കള്ളൻ അവൻ പേഴ്സ് തട്ടിപ്പറിച്ച് പോവാ. വേഗം ചെല്ല്. ഹലോ മിസ്റ്റർ, ആ പേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. ആ പേഴ്സ് നിങ്ങളോട് തിരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ഞാൻ കാണുന്നത് സ്വപ്നമാണ്. ഈ പയ്യൻ ഇത്രയും വേഗത്തില് ഈ സൈക്കിൾ എങ്ങനെയാ ഓടിക്കുന്നത്? എടാ ചെക്ക, ദേവി തന്നെ വിട്ടേക്കല്ലേ, എന്നെ രക്ഷിക്ക് പ്ലീസ്, രക്ഷിക്ക്. ശരി, ഓക്കെ ചെല്ല്. ഇനി ഒരിക്കലും ആരുടെയും സാധനം മോഷ്ടിക്കരുത്. അങ്ങനെ ചെയ്താൽ ഇത് തന്നെയായിരിക്കും ശിക്ഷ. ഒരു കാര്യം പറഞ്ഞിട്ട് പോ. നീ ആരാ മോനെ? നന്മയുടെ സുഹൃത്ത്, തിന്മയുടെ ശത്രു. എന്റെ പേരാണ് വീർ, വീർ ദ റോബോ ബോയ്. താങ്ക് യു വീർ. നീ എങ്ങനെയാ അവന്റെ കയ്യിൽ ഈ പേഴ്സ് തട്ടിപ്പറിച്ചത്? തട്ടിപ്പറിച്ചതല്ല ആന്റി, അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണതാ. ഞാൻ ചെന്നത് എടുത്തോണ്ട് വന്നു. ഗുഡ് ബോയ് വീർ, നീ ഒരു വളരെ നല്ല കാര്യമാ ചെയ്തത്. ബൈ ബൈ കുട്ടികളെ. ബൈ. ഷിൻഡു എവിടെയാ ഉള്ളത്? അറിയില്ല അവൻ എവിടേക്കാ പോയതെന്ന്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടത്? പറയൂ എന്റെ ബിൻ. എടാ കൂട്ടാ, നീ നിന്റെ അപ്പൂപ്പനെ അങ്ങ് മറന്നുപോയോ? എത്ര ദിവസമായിടാ നമ്മൾ കണ്ടിട്ട്? അപ്പൂപ്പ നിങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? ഞാനും നിന്നെ പോലൊരു ജിന്നല്ലേ, ജയിൽ ജിലേബി ജിൻ. എസ്കേപ്പ് ആയി പോയി. അവൾ ആരെ കണ്ടാ പേടിച്ചോടിയെന്ന് നിനക്കറിയാലോ അല്ലേ? അപ്പൊ നീയാണല്ലേ അവൾ എസ്കേപ്പ് ആയ കാര്യം പോലീസിനോട് ചെന്ന് പറഞ്ഞത്. പിന്നെ അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അതെ അതെ, ഓർമ്മയുണ്ട് അപ്പൂപ്പ. ഞാൻ അവിടെ പതുങ്ങി നിൽക്കുകയായിരുന്നു. ആരും അറിയാതെ ഞാൻ അത് കാണുകയും ചെയ്തു. അവൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടത് ഞാൻ പോലീസിനോട് പറയുകയും ചെയ്തു. പിന്നെ പോലീസ് അവളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അപ്പൊ അവള് ശബ്ദിച്ചൊരു കാര്യം പറഞ്ഞു. ഞാൻ വീണ്ടും തിരിച്ചു വരും. നിന്റെ എല്ലാ ശക്തികളും ഞാൻ തട്ടിയെടുക്കും. നിന്നോട് ഞാൻ പകരം ചോദിക്കും ചെയ്തു. പകരം ചോദിക്കും. വരൂ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ഞാനും നിങ്ങളുടെ കൂടെ കളിക്കും. എനിക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഞങ്ങള് നിന്റെ കൂടെ കളിക്കില്ല. എന്റെ കൂടെ കളിക്കില്ലെന്നോ? അപ്പൊ നിങ്ങൾ എവിടെയൊക്കെ ചെന്ന് വിളിച്ചിരുന്നാലും ഞാൻ അതൊക്കെ വിളിച്ചു പറയും. ഓക്കെ ബണ്ടി, നീ ഞങ്ങളുടെ കൂടെ വന്ന് കളിക്ക്. എന്നാൽ ശരി, നീ ആദ്യം ചെന്ന് കണ്ണുപൊത്തി എണ്ണാൻ തുടങ്ങിക്കോ. ഞങ്ങൾ വിളിക്കാം. ഓക്കെ, നീ വേണേ നോക്കിക്കോ. 1 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങൾ എല്ലാരും കണ്ടെത്തും. 1 2 3 4 5 6 7 8 9 10. ഓക്കേ, ഞാനിതാ വരുന്നു.
അയ്യോ ചുൾബുൾ ആ കാറിലാണല്ലോ. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആ കാർ അങ്ങോട്ട് അപ്രത്യക്ഷമാക്കിയേക്കാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ. അതെ, ഞാൻ ഇവിടെ ഉള്ള കാര്യം ആരോടും പറയരുത് കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. രക്ഷിക്കണേ. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആ മോനെ, ഞാൻ എന്തിനാ വെറുതെ അലറി വിളിച്ചത്? ഞാൻ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ശരിക്കും ഞാൻ എന്താ സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു. ബൈ ബൈ മോനെ. ബൈ ബൈ അച്ഛാ. ബൈ. നിന്നെ ഞാൻ കണ്ടെത്തി. ചെല്ല് ചെല്ല്, ഇനി നീ ചെന്ന് കണ്ണടച്ചേണ്. ചെല്ല്. നീ വേറെ എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കി. ഞാനൊരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചിരിക്കും. ആർക്കും എന്നെ കണ്ടെത്താനാവില്ല. ആരെങ്കിലും എന്നെ കണ്ടുപിടിക്കണ്ടോന്ന് നമുക്ക് നോക്കാം. പൊക്കോ. നീ എവിടെ പോയി ഒളിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. എങ്ങനെ ഒളിച്ചിരിക്കുന്നു നോക്കട്ടെ. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ചേടാ, ഇതെനിക്ക് എന്താ പറ്റിയത്? അയ്യോ, ഓടിക്കോ. അയ്യോ മറന്നുപോയി. ഞാനിവിടെ എന്തെടുക്കാ? എനിക്ക് ശരിക്കും വിശപ്പുണ്ട്. മാഡ് മാക്സ്, ഈ സ്യൂട്ടിലുള്ള ഇലക്ട്രിക് പവർ കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വേഗം ചെല്ലാം. ഇതിന്റെ പേരാണ് ലൈറ്റ്നിങ് സ്പീഡ്. ഇപ്രാവശ്യം നമുക്ക് വീറിനെ ഒന്ന് കുരങ്ങ് കളിപ്പിക്കണം. നിന്റെ വേഗത കാരണം അവന് നിന്നെ കാണാൻ പോലും സാധിക്കില്ല. അവന്റെ കഥ ഇതോടെ അവസാനിക്കും. You are genius, boss. He is right, boss. ഞാനൊരു ട്രയൽ ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനെയാ ജോലി ചെയ്തെന്ന് അറിയണമല്ലോ. ശരിക്കും ഇത് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ബോസ്. ഇന്നാ പിടിച്ചോ ബോസ്. വണ്ടി ചവിട്ടി നിൽക്കുന്നില്ലല്ലോ. Roboboy suit on. Roboboy suit on. Uncle എന്തിനാ ഇത്ര വേഗതയിൽ വണ്ടി ഓടിക്കുന്നേ? എന്താ എന്ത് പറ്റി? വണ്ടിയുടെ ബ്രേക്ക് പോയി. റോബോബോയ് ഒന്നും നിർത്തിയതാ. അയ്യോ. താങ്ക് യു റോബോബോയ്. റോബോബോയ്, ഞങ്ങൾക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ? എനിക്ക് കൂടി വേണം, എനിക്ക് കൂടി. ഞാനതെല്ലാം കണ്ടു. ഇന്ന് നിങ്ങളുടെ രഹസ്യം ഞാൻ ടോട്ടൽ ഫുർസത്ഗഞ്ച് മുഴുവൻ വിളിച്ചു പറയും. ധീരാണ് റോബോബോയ് എന്ന് ഞാൻ പറയും. വണ്ടി ഇവിടെയുള്ള ഓരോ കുട്ടികളുടെ ഉള്ളിലും റോബോബോയ് ഉണ്ട്. ശരിയല്ലേ ചുണ്ടു? നീ നന്മയുടെ കൂട്ടുകാരനാണെങ്കിൽ തിന്മയുടെ വിരോധിയാണെങ്കിൽ. എന്ത് കാര്യമായിട്ട് പറയാണോ? എന്നെ വെറുതെ മണ്ടനാക്കുവാണല്ലേ? അല്ല, ഞങ്ങൾ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ ലോകത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്യുന്നവനാണ്. തിന്മയുടെ എതിരെയാണ് ഞാൻ. എന്നിട്ട് ഞാൻ റോബോബോയ് ആയില്ല. കണ്ടില്ലേ? എന്റെ റോബോബോയ് ഡ്രസ് എവിടെയാണുള്ളത്? നീ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. നീ സിനിമയിലൊക്കെ കണ്ടു കാണില്ലേ, ഒരു സൂപ്പർ ഹീറോ പെട്ടെന്നൊക്കെ വേഷം മാറുമ്പോ അവൻ ഓടുമ്പോ അവന്റെ ഡ്രസ് പെട്ടെന്ന് ചേഞ്ച് ആവും. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ ഓടാൻ തുടങ്ങാം. അപ്പോഴും എന്റെ ഡ്രസ് ചേഞ്ച് ആയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാ, പറഞ്ഞേക്കാം. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഞാൻ റോബോബോയ് ആയി കഴിഞ്ഞു. എമിലി, നീ പറഞ്ഞത് ശരിയാണ്. ഞാനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുവാണ്.